ഒരു കഥ പറയാം. നെപ്പോ കിട്ടുന്ന പരിഹാസ വിളികൾക്ക് സ്വന്തം കഴിവുകൊണ്ടും പരിശ്രമം കൊണ്ടും മറുപടി കൊടുത്ത നടന്റെ കഥ. മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ്ലൈനിൽ നിന്നും സ്വന്തം പേരിലേക്ക് ഐഡന്റിറ്റി മാറ്റിയ നടന്റെ ജീവിതകഥ. DQ എന്നും കുഞ്ചിക്ക എന്നും ആരാധകർ സ്നേഹത്തോടെ വിളിച്ച ദുൽഖർ സൽമാന്റെ കഥ. 1983 ജൂലൈ 28 കൊച്ചിയിലാണ് ദുൽഖർ സൽമാന്റെ ജനനം. പർഡ്യൂ സർവകലാശാലയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ ദുൽഖർ ദുബായിലെ ഒരു IT സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. IT ജീവിതത്തിലെ മടുപ്പിൽ നിന്നാണ് മറ്റൊരു കരിയർ എന്ന ആഗ്രഹം അയാൾക്കുണ്ടാകുന്നത്. പിന്നീട് മുംബൈയിലെ ബാരി ജോൺ ആക്ടിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് 3 മാസത്തെ അഭിനയ പരിശീലനം. ഇത്രയുമാണ് സിനിമയ്ക്ക് മുമ്പ് ദുൽഖർ സൽമാൻ എന്ന വ്യക്തി. 2012 ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ സെക്കൻഡ് ഷോയിലൂടെയാണ് ദുൽഖർ സിനിമയിലെത്തുന്നത്. സെക്കൻഡ് ഷോയിലെ ലാലു ദുൽഖറിന്റെ കരിയറിലെ മികച്ചൊരു തുടക്കമായി. ഒരു താരമെന്ന നിലയിലല്ല, മറിച്ച് ഒരു നടൻ എന്ന നിലയിലാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ താല്പര്യമെന്നും പറയാതെ പറഞ്ഞു പോകുന്ന ഒരു സാധാരണ തുടക്കം. അതേ വർഷം തന്നെ റിലീസായ ഉസ്താദ് ഹോട്ടലിലൂടെ താനൊരു പക്വതയുള്ള നടനാണെന്ന് അയാൾ തെളിയിച്ചു. പിന്നീട് ദുൽഖർ സൽമാന്റെ റേഞ്ച് കാണിച്ചു തരുന്ന ഒരുപിടി ചിത്രങ്ങളുടെ വരവായിരുന്നു. തീവ്രം, ABCD, കുള്ളന്റെ ഭാര്യ, നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നിങ്ങനെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് കയറിയ ഒരുപിടി ചിത്രങ്ങൾ. ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടി നടത്തിയ രൂപഭാവ വ്യത്യാസങ്ങൾ പോലും വളരെ പ്രിസൈസ് ആയിരുന്നു. വിക്രമാദിത്യനിലെ ആദിയല്ല, ബാംഗ്ലൂർ ഡേയ്സിലെ അർജുൻ. ഇതിനിടയിൽ 2015 ചാർലി എന്ന ഐക്കോണിക് കഥാപാത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും. സ്ക്രീൻ ടൈം കുറവായിരുന്നുവെങ്കിലും പറവയിലെ ഇമ്രാൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ചെറുതല്ല. മികച്ച സിനിമകൾ അടങ്ങുന്ന ഒരു ചെറിയ ലിസ്റ്റ് സ്വന്തമായുള്ള നടനാണ് ഇന്ന് ദുൽഖർ. അത് പക്ഷേ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ലിസ്റ്റല്ല. തമിഴിൽ മണിരത്നത്തോടൊപ്പവും തെലുങ്കിൽ വെങ്കി അട്ലൂരിക്കൊപ്പവും ഹിറ്റുകൾ തന്നത് നമ്മൾ കണ്ടതാണ്. സിനിമയിൽ അഭിനയിക്കാൻ എത്തുമ്പോൾ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നുവെന്ന് ദുൽഖർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്വന്തം പേരിൽ അച്ഛൻ്റെ പേര് കൂട്ടിച്ചേർക്കാതെ തന്നെ ഒരു നടൻ എന്ന നിലയിൽ മറ്റൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ദുൽഖറിന് കഴിഞ്ഞിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലെത്തുന്ന സ്വന്തം സിനിമകൾക്ക് സ്വയം ഡബ്ബ് ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ അപൂർവം നടന്മാരിൽ ഒരാളാണ് ഇന്ന് ദുൽഖർ. അതോടൊപ്പം മറ്റു ഭാഷകളിൽ നിന്നുള്ള അംഗീകാരങ്ങളും അയാളെ തേടിയെത്തുന്നുണ്ട്. ലക്കി ഭാസ്കർ എന്ന സിനിമയിലെ അഭിനയത്തിന് തെലങ്കാന സർക്കാരിന്റെ പ്രത്യേക പരാമർശം ദുൽഖറിന് ലഭിച്ചു. ആ അവാർഡ് നേടുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ് ദുൽഖർ സൽമാൻ. കരിയർ നോക്കുമ്പോൾ നടൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും ഒരു ഫാഷൻ ഐക്കൺ എന്ന നിലയിലും വലിയ വിശ്വാസമാണ് ദുൽഖർ സൽമാൻ എന്ന ബ്രാൻഡിന് ഇന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വരാൻ പോകുന്ന ദുൽഖർ ചിത്രങ്ങൾക്കും പ്രതീക്ഷകളേറുന്നത്. മാസും ക്ലാസും ഒരുപോലെ വഴങ്ങുന്ന ദുൽഖറിൽ നിന്ന് ഇനിയും മികച്ച ചിത്രങ്ങൾ വരുമെന്ന് തന്നെയാണ് വിശ്വാസം. കൂവി വിളിച്ചവരെ ആരാധകരാക്കിയ ദുൽഖർ എന്ന നടന് പിറന്നാൾ ആശംസകൾ.